ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം സാറ്റർഡേ ആണ്. സാറ്റർഡേ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജും ടെക്സ്റ്റ് ആൻഡ് കോൺടെക്സ്റ്റ് പേജും ഒന്നും ഇല്ലാത്ത ദിവസമാണ്. പൊതുവെ ഡിസ്കഷൻസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് തന്നെ കുറവായിരിക്കും. പിന്നെ ഇന്നത്തെ ഹിന്ദുവിലെ പ്രത്യേകത, ഈ ആർട്ടിക്കിൾസ് തന്നെ ആകപ്പാട് എഡിറ്റോറിയൽ പേജിൽ രണ്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് വീക്കസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന സംഭവം നോക്കാം. ഈ വീക്കസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യത്തിനെ കുറിച്ചാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 6-1 എന്ന് പറയുന്ന ഒരു മെജോറിറ്റിയിൽ, അതായത് 6 ജഡ്ജിമാർ ഇൻ ഫേവർ ഓഫ് ദാറ്റ് ജഡ്ജ്മെന്റ്, ഒരു ജഡ്ജി മാത്രം അതിന് ഡിസെന്റിംഗ് നോട്ട് എഴുതി. അതെന്തായിരുന്നു? സബ് കാറ്റഗറൈസേഷൻ ഓഫ് SC റിസർവേഷൻ ആയിരുന്നു. അതായത് ഇപ്പോ SC എന്ന് പറയുന്ന ഒരു മോണോലിത്തിക് ആയിട്ടുള്ള റിസർവേഷൻ ആണ് ഫോളോ ചെയ്യുന്ന. 15% റിസർവേഷൻ SCക്ക് ഉണ്ടെങ്കിൽ ആ 15% റിസർവേഷൻ SC എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, SCയിലെ മുൻതൂക്കമുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവർ മാത്രം ആ റിസർവേഷൻ പൈയുടെ ബെനിഫിറ്റ് എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ തന്നെ ഇപ്പൊ SC കമ്മ്യൂണിറ്റി ഒരു ഹോമോജനസ് കമ്മ്യൂണിറ്റി അല്ലല്ലോ. ഇപ്പൊ കേരളം എടുത്താൽ തന്നെ SC എത്ര കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതില് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഈ റിസർവേഷന്റെ ബെനിഫിറ്റ് വീണ്ടും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അണ്ടർ റെപ്രസെന്റഡ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള SCയിലെ തന്നെ മറ്റ് കമ്മ്യൂണിറ്റീസ് വീണ്ടും അണ്ടർ റെപ്രസെന്റഡ് ആയിട്ട് തുടരുകയോ അൺറെപ്രസെന്റഡ് ആയിട്ട് തുടരുകയോ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് കുറെ കാലമായെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഗവൺമെന്റുകൾ ഈ വിഷയത്തിൽ തൊടാൻ പേടിയാണ്. അപ്പൊ സുപ്രീം കോടതിക്ക് തന്നെ ജുഡീഷ്യൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ നടത്തേണ്ടി വന്നു. അവര് പറഞ്ഞത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 341 അനുസരിച്ച് ഇന്ത്യയിലെ SC ആരൊക്കെയാണെന്ന് സെൻട്രൽ ഗവൺമെന്റ് ആണ് നോട്ടിഫൈ ചെയ്യുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് SC കമ്മ്യൂണിറ്റീസ് ആർ ദയർ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അത് നോട്ടിഫൈ ചെയ്യുന്നത്. അതില് ടിങ്കർ ചെയ്യാനുള്ള അവകാശം സ്റ്റേറ്റുകൾക്ക് ഇല്ല എന്നായിരുന്നു മുമ്പ് 2005 EV ചിന്നയ്യ വേഴ്സസ് AP എന്ന് പറഞ്ഞ കേസിലൊക്കെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെയാണ് ഇപ്പൊ അവർ റിവ്യൂ ചെയ്തേക്കുന്നത്. അപ്പൊ ഇപ്പൊ ടിങ്കർ ചെയ്യാം സ്റ്റേറ്റുകൾക്ക്. പക്ഷെ ടിങ്കർ ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്. പുതുതായിട്ട് ഒരു കമ്മ്യൂണിറ്റി, ഇപ്പൊ കേരളത്തിലൊരു കമ്മ്യൂണിറ്റി പുതുതായിട്ട് ആവശ്യപ്പെടുകയാണ്, SC റിസർവേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ SC കമ്മ്യൂണിറ്റിയുടെ ഷെഡ്യൂളിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അതിനുള്ള അവകാശം സ്റ്റേറ്റുകൾക്ക് ഇപ്പോഴും ഇല്ല. സ്റ്റേറ്റുകൾക്ക് ഇപ്പൊ പറഞ്ഞേക്കുന്ന അവകാശം എന്താണെന്ന് വെച്ചാൽ, അവരുടെ സ്റ്റേറ്റിലുള്ള SC കാറ്റഗറിയുടെ ബാക്ക്വേർഡ്നെസ് നോക്കിയിട്ട് ഇതിനെ സബ് കാറ്റഗറൈസ് ചെയ്യാൻ. മീൻസ് ഞാൻ ഇന്നലെ പറഞ്ഞാണ്, 15% ആണ് SCയുടെ റിസർവേഷൻ എങ്കിൽ ഇപ്പൊ അവര് ഒരു ഏറ്റവും അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ആ റിസർവേഷൻ പൈയുടെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. ബാക്കി അതിൽ ഏറ്റവും വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിലേക്ക് ക്ലാസ്, അതായത് ഈ 15% എടുത്ത് സബ് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ അതില്ല. അതാണ് സബ് കാറ്റഗറൈസേഷൻ. ഒപ്പം ഇതില് 4 ജഡ്ജിമാര് ആവശ്യപ്പെട്ടേക്കുന്നത് ഇതില് എന്തുകൊണ്ട് വരണമെന്നാണ്. ക്രീമി ലെയർ സംവിധാനം. നമുക്കറിയാം ക്രീമി ലെയർ എന്ന് പറയുന്ന സംഭവം OBC കാറ്റഗറിക്കകത്ത് ഉണ്ട്. ക്രീമി ലെയർ. പക്ഷേ OBC കാറ്റഗറി എന്താണ് ക്രീമി ലെയർ എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ കൂടുതൽ വരുമാനമുള്ള പേരൻസിന്റെ മക്കളെ ഈവൻ ഇഫ് they belong to OBC category, they won't get the benefit of reservation. They will be treated as general community only. അപ്പൊ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ they have to compete. That is creamy layer concept. That concept is not available in SC reservation. SC reservation അത് ഇല്ലാത്തത് കൊണ്ട്, even if an SC candidate is from a very rich background, he will be entitled for getting this reservation. That is against the very concept of reservation, because that is not the equality. Equality is the reason behind providing reservation എന്ന് പറയുന്നത്. അത് അതിന് അഗേൻസ്റ്റ് ആണ്. പക്ഷേ SCയിലും ഇനി ക്രീമി ലെയർ വരുത്തണം എന്നാണ് ജഡ്ജിമാർ വിധിച്ചിരിക്കുന്നത്. പക്ഷെ അത് കുറച്ച് ഒപ്പോസിഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ പിന്നെ പ്രാക്ടിക്കാലിറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നാണ് ഈ പറയുന്നത്. അത് എന്താണെന്ന് ഇതിന്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സ്റ്റിൽ ഇപ്പൊ SC കാറ്റഗറിക്കകത്ത് സബ് കാറ്റഗറൈസേഷൻ സുപ്രീം കോടതി അനുവദിച്ച പോലെ ഫ്യൂച്ചറില് അതും വരും, ക്രീമി ലെയറും വരും. അപ്പൊ അതിനെ കുറിച്ചാണ് ഹിന്ദുവിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ. അതല്ലാതെ കൂടുതൽ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. ഇത് മാത്രമേ അതിനകത്ത് പറഞ്ഞുള്ളൂ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയലും നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത എഡിറ്റോറിയലാണ്, സ്റ്റീലിംഗ് ദ വോട്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതും ഡിസ്കസ് ചെയ്യാൻ എളുപ്പമാണ്. വെനിസ്വേല ഈസ് എ സൗത്ത് അമേരിക്കൻ നേഷൻ. വെനിസ്വേല ഒരു സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റുള്ള കൺട്രിയാണ്. അതിന്റെ ക്യാപിറ്റൽ കരാക്കസ് ആണ്. CARACAS, കരാക്കസ്. ഈ വെനിസ്വേലയില് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലം ഈ ഹിന്ദു എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നതിന് അപ്പുറം ചില റീസൺസ് ഉണ്ട്. അതിന് എഡിറ്റോറിയൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചില പറഞ്ഞുതരാം. 2013 വെനിസ്വേലയുടെ സ്ട്രോങ്ങസ്റ്റ് ലീഡർ ആയിരുന്ന ഹ്യൂഗോ ഷാവേസ് ക്യാൻസർ വന്ന് മരിക്കുകയാണ്. ഹ്യൂഗോ
ഷാവേസ്, CHAVES എന്നാണ് തോന്നുന്നു, ഷാവേസ്. നിങ്ങൾ നോക്കിയാൽ അതിന്റെ അകത്ത് കാണും അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ ഹ്യൂഗോ ഷാവേസ് മരിക്കുമ്പോൾ, ഇത് ഹ്യൂഗോ ഷാവേസ് വാസ് എ വെരി ഫേമസ് കമ്മ്യൂണിസ്റ്റ് പൊളിറ്റീഷ്യൻ. ഹി വാസ് റണ്ണിങ് എ ലെഫ്റ്റിസ്റ്റ് ഗവൺമെന്റ് ഇൻ വെനിസ്വേല. സോ US-ഉം ഒക്കെ ആ ഒരു ഭരണം ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാര്യം അദ്ദേഹം ഫിഡൽ കാസ്ട്രോയുടെ വലങ്കയായിരുന്നു. ക്യൂബ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഫിഡൽ കാസ്ട്രോയുടെ വലങ്കയായിരുന്നു ഹ്യൂഗോ ഷാവേസ് എന്ന് പറയുന്ന ലീഡർ. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം അമേരിക്കയുടെ താല്പര്യങ്ങളോട് നടപ്പാക്കിയെടുക്കാൻ അമേരിക്ക അന്ന് തൊട്ടേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹ്യൂഗോ ഷാവേസിന്റെ അണ്ടറിൽ അന്ന് അവിടെ ഒരു സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് പൊളിറ്റീഷ്യൻ ആയിരുന്ന നിക്കോളാസ് മഡൂരോ വീണ്ടും വെനിസ്വേലയുടെ ഭരണത്തിൽ വരികയാണ്. അപ്പം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അവിടെ വിരുദ്ധമായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു അമേരിക്ക? എക്കണോമിക് സാങ്ഷൻസ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് സാങ്ഷൻസ് അവരുടെ മുകളിൽ ഏർപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഓയിൽ റിച്ച് ആയിട്ടുള്ള രാജ്യമാണ് വെനിസ്വേല. ആ സമയത്തൊക്കെ ഇന്ത്യ ഒരുപാട് ഓയിൽ വെനിസ്വേലയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ചരിത്രം ഉണ്ട്. പക്ഷെ നമുക്കൊന്നും പിന്നെ വെനിസ്വേലയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പറ്റാതായി. അവരുടെ ഏറ്റവും എസെൻഷ്യൽ നീഡ്സിന് മാത്രം ഓയിൽ അവർക്ക് വിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ അവരുടെ മുകളിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കൊണ്ടുവരികയാണ്. അപ്പം ഓയില് കൊണ്ട് ജീവിക്കുന്ന രാജ്യത്തിന് അത് വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടി. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ള രാജ്യങ്ങളിലൊന്നാണ് വെനിസ്വേല. വെനിസ്വേലയിൽ വിസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ പറ്റി. അവിടെ അദ്ദേഹം കണ്ട വിചിത്രമായ കാര്യങ്ങൾ, റെസ്റ്റോറന്റുകളിലേക്ക് ഇന്നത്തെ മെനു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പുതുക്കുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇന്നത്തെ മെനുവിൽ കൊടുത്തേക്കുന്ന പ്രൈസ് ആയിരിക്കുമല്ലോ 2 ദിവസം കഴിയുമ്പോൾ. കാര്യം അതുപോലെ കറൻസിയിൽ, നമ്മളെ കയ്യിൽ കിട്ടുന്ന കറൻസിയിൽ ചിലപ്പോൾ തലേന്നത്തെ ഡേറ്റ് ഒക്കെ ആയിരിക്കും. കാര്യം എന്താണ്? ഓരോ ദിവസവും കറൻസി പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. വാല്യൂ അത്രത്തോളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡ്യൂ ടു ദ ഹൈപ്പർ ഇൻഫ്ലേഷൻ എക്സിസ്റ്റിംഗ് ഇൻ വെനിസ്വേല. അപ്പം അങ്ങനെ അവിടെ ആകെ പട്ടിണിയാണ് വെനിസ്വേലയുടെ. അപ്പൊ ആ പട്ടിണിയുടെ കാരണം ഇതിൽ പറഞ്ഞേക്കുന്നത് മഡൂരോയുടെ കഴിവില്ലായ്മ എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞത്. പക്ഷെ നിക്കോളാസ് മഡൂരോയുടെ കഴിവില്ലായ്മ മാത്രമല്ല, പ്ലസ് ദിസ് ഇന്റർനാഷണൽ സാങ്ഷൻസ് inflicted upon the economy of Venezuela. That is also a reason for the inflation happening, hyperinflation happening in Venezuela. പക്ഷെ എന്ന് കരുതി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിക്കോളാസ് മഡൂരോ ഒരു സെയിന്റ് അല്ല. നിക്കോളാസ് മഡൂരോ ഈസ് ഓൾസോ എ പവർ ഹംഗ്രി പൊളിറ്റീഷ്യൻ. ഹി ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ ഗ്രൗണ്ട് റിയാലിറ്റീസ്. ഹി ഈസ് നോട്ട് റെഡി ടു transfer the power to the strongest opposition leader. Now he's more popular there. That opposition leader പേരുണ്ട്, പേരുടെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഇലക്ഷന് മുമ്പ് നടന്ന ഒപ്പീനിയൻ പോളിൽ ഈ മഡൂരോയെക്കാളും വളരെ മുന്നിലായിരുന്നു ഈ ഒപ്പോസിഷൻ ലീഡർ നിന്നത്. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ ലീഡർ ഇലക്ഷനിൽ മത്സരിക്കുന്നത് തന്നെ ബാർ ചെയ്തു. എന്നിട്ട് പിന്നീട് മറ്റ് ഒപ്പോസിഷൻ ലീഡേഴ്സ് അവിടെ മത്സരിച്ച് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഈ മാൻഡേറ്റ് പിന്നീട് സ്റ്റീൽ ചെയ്യായിരുന്നു, മോഷ്ടിച്ചെടുക്കുകയായിരുന്നു വെനിസ്വേലയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. അതായത് 51% വോട്ട് മഡൂരോ നേടിയതായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്. അതിന്റെ ശേഷം അവിടെ വലിയ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകൾ നടക്കുകയാണ് ഒപ്പോസിഷന്റെ നേതൃത്വത്തിൽ. അതിനെല്ലാത്തിനെയും വളരെ സ്ട്രോങ് ആം ടാക്ടിക്സ് ഉപയോഗിച്ച് ഈ നിക്കോളാസ് മഡൂരോയുടെ നേതൃത്വത്തിലുള്ള വെനിസ്വേലൻ ഗവൺമെന്റ് ക്രാക്ക് ഡൗൺ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എഡിറ്റോറിയൽ. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത്. പിന്നെ ഒപ്പോസിഷൻ ലീഡേഴ്സിന്റെ ചിലരുടെ പേരൊക്കെ അതിനകത്തുണ്ട്. അതിന്റെ പേരുടെ ആവശ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ വെനിസ്വേലയുടെ പട്ടിണിയെ കുറിച്ച് പറഞ്ഞത്, വെനിസ്വേലയിൽ പണ്ട് 11% പട്ടിണി ഉണ്ടായിരുന്നു. ഇപ്പം 53% പട്ടിണിയാണ്, പോവർട്ടിയാണ്. അപ്പൊ അതൊക്കെ തീർത്തും മഡൂരോയുടെ പ്രോബ്ലം മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾ അവർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ദ 5 ഗൈഡ്ലൈൻസ് ടു എ ഡ്രാഗൺ എലിഫന്റ് ടാങ്കോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഈ സു ഫെയ്ഹോങ് എന്ന് പറയുന്ന പേര് പഠിച്ചു വെച്ചേക്കണം. ചൈനയുടെ അംബാസഡർ ടു ഇന്ത്യ ആണ്. സു ഫെയ്ഹോങ് FEIHONG. സു ഫെയ്ഹോങ് എന്ന് പറയുന്ന ചൈനീസ് അംബാസഡർ ടു ഇന്ത്യ എഴുതിയ ആർട്ടിക്കിൾ ആണ്. അദ്ദേഹം പറഞ്ഞ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം അതിന്റെ പരമകോടിയിൽ എത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട്. അതിന് അദ്ദേഹം 5 ഗൈഡ് ലൈൻസ്, നമ്മൾ ഈ പഞ്ചശീല തത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞ നെഹ്റു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ചൈനയുമായിട്ട് മ്യൂച്വൽ കോ എക്സിസ്റ്റൻസിൽ പോകാൻ വേണ്ടിയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞ ഉടനെയാണ് ചൈന ഇന്ത്യ അറ്റാക്ക് ചെയ്തത്. ഇന്ത്യ തോറ്റ ഒരു വാറാണ് ചൈനയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പഞ്ചശീല തത്വങ്ങളൊന്നും വലിയ കാര്യമില്ല. അതിന് സമാനമായിട്ടുള്ള 5 ഗൈഡ് ലൈൻസ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഗൈഡ് ലൈൻസ് ഇന്ത്യയും ചൈനയും ഫോളോ ചെയ്യണം. മ്യൂച്വൽ റെസ്പെക്ട്, അത് ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്.
മൂന്നാമത്തെ പറഞ്ഞേക്കുന്ന ഈ 5 ഗൈഡ് ലൈൻസ് ആണ് ഈ പറയുന്ന മ്യൂച്വൽ ട്രസ്റ്റ്. നാലാമത്തെ പറഞ്ഞേക്കുന്നത് മ്യൂച്വൽ ട്രസ്റ്റ്. നാലാമത്തെ പറഞ്ഞേക്കുന്നത് മ്യൂച്വൽ അക്കോമഡേഷൻ. അഞ്ചാമത്തെ പറഞ്ഞേക്കുന്നത് അതുപോലെ ഒരു സംഭവം കൂടെ ഉണ്ട്, മ്യൂച്വൽ അക്കംപ്ലിഷ്മെന്റ്. ഈ 5 സംഭവങ്ങൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഈ 2 രാജ്യങ്ങളും ഹിസ്റ്റോറിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്. നളന്ദ യൂണിവേഴ്സിറ്റി ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്താണ്. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു ക്യാമ്പസ് ഒക്കെ ഈ ഇടയ്ക്ക് ഇനാഗുറേറ്റ് ചെയ്തു. അപ്പൊ അത് ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ് ഉള്ള എല്ലാ രാജ്യങ്ങളോട് ചേർന്നാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. നളന്ദ യൂണിവേഴ്സിറ്റി നളന്ദയിലാണ്, ബീഹാറിൽ. അപ്പൊ അതിൽ ഇദ്ദേഹവും പങ്കെടുത്ത കാര്യം പറയുന്നുണ്ട്. അപ്പം ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയാനോ ഹ്യാങ്സാങ്ങോ ഒക്കെ അത് അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഓർത്തു. അപ്പൊ അതേപോലെ അത്രയും ഏൻഷ്യൻ സിവിലൈസേഷൻസ് തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആയിരുന്ന ഈ 2 രാജ്യങ്ങൾ നമ്മൾ എനിമിറ്റിയുടെ ആവശ്യമുണ്ടോ? അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് പോകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നമ്മളാണ് ഈ എനിമിറ്റി ഉണ്ടാക്കിയത്. നമ്മളുടെ ഗാൽവൻ വാലിയിൽ പട്ടാളക്കാരെ ഈ ഇടയ്ക്ക് വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ കൊന്നതും, നമ്മളുടെ ലഡാക്ക് മേഖലയിലെ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ അകത്ത് നമ്മളെ ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് കയറി ഒക്യുപ്പൈ ചെയ്തതും, അവിടെ നിന്ന് ഡിസെൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റൗണ്ട് ഓഫ് ടോക്സ് ഇന്ത്യയുടെ ചൈനയുടെ പട്ടാളക്കാർ തങ്ങൾ നടത്തിയിട്ട് ഇപ്പോഴും പല ഫ്രിക്ഷൻ പോയിന്റ്സിൽ നിന്നും വിത്ഡ്രോ ചെയ്യാത്തതും ഒക്കെ ചൈനയാണ്. ഞാൻ ഇന്നാളെ നിങ്ങളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് കിട്ടേണ്ട ഒരു മെമ്പർഷിപ്പ് മുടക്കിക്കൊണ്ടിരിക്കുന്ന ചൈനയാണ്. അത് ആരാണ്? ഏത് മെമ്പർഷിപ്പ്? NSG. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് NSG യെ കുറിച്ച്, ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ്. വേൾഡിൽ 5 ടെക്നോളജി കൺട്രോൾ റെജിംസ് ആണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. NSG, MTCR മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം, വസനാർ അറേഞ്ച്മെന്റ്, ഓസ്ട്രേലിയ ഗ്രൂപ്പ്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം ഇതിൽ NSGയിൽ മാത്രം ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് റെസിസ്റ്റൻസ് പുട്ട് ഫോർവേഡഡ് ബൈ ചൈന. അതുകൊണ്ട് മാത്രം നമുക്ക് ലോകത്തില് ന്യൂക്ലിയർ ടെക്നോളജി, ന്യൂക്ലിയർ ഫ്യൂവൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോഴും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ടെററിസം, that is the strongest internal threat of security threat of India, the terrorism emanating from Pakistan, and Pakistan based terrorist organizations are there, and their founders, some of their founders are declared as global terrorists by United Nations because of the joint effort by India and the United States of America. But some other persons are not designated terrorists because of the fact that after our resolutions, actually jointly India and US are proposing put forwarding resolutions to designate those remaining terrorists also as international terrorists by United Nations, but China is vetoing those attempts. China ki veto power undallo. China is a permanent member of United Nations Security Council. All permanent members are enjoying the benefit of veto power, and any attempt by India and USA for designating these Pak-based terrorists as global terrorists, China is vetoing those attempts. അപ്പോൾ എല്ലാ രീതിയിലും ഇന്ത്യക്ക് ഇട്ട് പണിയുന്നവന്മാരാണ് ചൈനക്കാർ. പിന്നെ ഈ പറഞ്ഞേക്കുന്ന വല്ല അർത്ഥമുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അകത്ത് കുറച്ച് റെട്ടറിക്കാണ്, റെട്ടറിക്. അപ്പൊ അതിൽ കാര്യമില്ല. ഇനി ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അൺസ്റ്റേറ്റഡ് ഷിഫ്റ്റ് ഇൻ മോഡീസ് എക്കോണമിക് ഡയറക്ഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അൺസ്റ്റേറ്റഡ് ഷിഫ്റ്റ് ഇൻ മോഡീസ് എക്കണോമിക് ഡയറക്ഷൻ. അതായത് മോഡിയുടെ ഇത്രയും കാലത്തെ എക്കണോമിക് ഡയറക്ഷൻ ഇന്ന് വളരെ വലിയൊരു വ്യത്യാസം ഈ ബഡ്ജറ്റിൽ ഫീൽ ചെയ്യുന്നു. അദ്ദേഹം ആക്ച്വലി കോൺഗ്രസിന്റെ ഒരു ലീഡറാണ്. എന്നിട്ട് പോലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഗവൺമെന്റ് എടുത്ത് ഇപ്പോഴത്തെ ഇനിഷ്യേറ്റീവിനെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും കാലമുള്ള ഒരു ഡയറക്ഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു 2019 ഒരു കാര്യം, 2019 കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്തു ഗവൺമെന്റ്. 2019 കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്തു. പിന്നീട് 2020 PLI സ്കീം കൊണ്ടുവരുന്നു, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം കൊണ്ടുവരുന്നു. 2009 മെയിൻ ആയിട്ടുള്ള മോഡി ഗവൺമെന്റിന്റെ പോളിസി ഇനിഷ്യേറ്റീവ്സ് ടുവേർഡ്സ് ദ മാനുഫാക്ചറിംഗ് സെക്ടർ ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതാണ് ഇതിനകത്ത് പറയുന്നത്. 19 കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലെ കമ്പനീസ് കൊടുക്കേണ്ട ടാക്സ് കട്ട് ചെയ്യുന്നു. 2009 കോർപ്പറേറ്റ് ടാക്സ്. And in 2020 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് PLI സ്കീം. PLI മീൻസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അതെന്താണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും സ്റ്റിൽ ഒന്നുകൂടെ പറയാം. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 2 lakhs crores ആണ് ഗവൺമെന്റ് അതിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ വിദേശത്തുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. They have to invest in India. They have to generate some jobs.
and there is a threshold for investing in India also. If they breach that threshold level, then government will give them huge incentives. അപ്പം ഈ നമ്മുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ത്രഷോൾഡ് ലെവല് അവർ ബ്രീച്ച് ചെയ്താൽ അല്ലെങ്കിൽ ആ ത്രഷോൾഡ് ലെവൽ ഒരു പിന്നീട് കീപ്പ് ചെയ്താൽ അവർക്ക് ഏതാണ്ട് 70 to 75% വരെ ഗവൺമെന്റ് ആണ് അവർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നത്. അതിന്റെ ബാക്കി മാത്രമേ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഗവൺമെന്റ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്കീം 2014-15 കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. മേക്ക് ഇൻ ഇന്ത്യ. അപ്പൊ മേക്ക് ഇൻ ഇന്ത്യ, പിന്നീട് കോർപ്പറേറ്റ് ടാക്സ് കട്ടിംഗ്, PLA പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്, ഇത് മൂന്നും ആയിരിക്കും ഒരുപക്ഷെ മോഡി ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്സ്. അതാണ് ഇതിന്റെ ആദ്യം മെൻഷൻ ചെയ്തേക്കുന്നത്. ഈ 3 ഇനിഷ്യേറ്റീവ്സും മോഡിയുടെ അല്ലെങ്കിൽ മോഡി ഗവൺമെന്റിന്റെ എയിം എന്തായിരുന്നു വെച്ചാൽ ഈ ഇനിഷ്യേറ്റീവ്സ് വഴി മാനുഫാക്ചറിങ് കൂടും ഇന്ത്യയിൽ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടും. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് that will add up to our GDP, gross domestic product. If our gross domestic product increases, that will directly increase the അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ഓൾസോ. എന്നുള്ളൊരു സിമ്പിൾ ഒരു ലോജിക്കാണ് അവർ ഫോളോ ചെയ്തത്. അതായത് ഇതുപോലുള്ള ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോ ചെയ്യും. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോ ചെയ്താൽ അത് GDP വർധനവിന് കാരണമാവും. ആ GDP വർധനവ് വിൽ ഓട്ടോമാറ്റിക്കലി ടേൺ ഇൻ ടു ഇൻക്രീസ്ഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. ഈ ബെനിഫിറ്റ് ഒക്കെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ എടുക്കുമ്പോഴും ഇന്ത്യയിലെ പ്രൈവറ്റ് കൺസംഷൻ നോക്കിയിട്ട് ആ പ്രൈവറ്റ് കൺസംഷൻ പിക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു അസംഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കമ്പനീസ് ഈ ബെനിഫിറ്റ് എടുത്തു, പക്ഷേ ജോബ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്തില്ല. ബെനിഫിറ്റ് എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ബെനിഫിറ്റ് എടുക്കുന്നത്? അതായത് ഇവര് ലേബറിന്റെ മുകളിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു മെഷീനറിയുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്, ഗവൺമെന്റ് നോക്കാം. അപ്പൊ ആ ത്രഷോൾഡ് ഒക്കെ അവർ ബ്രീച്ച് ചെയ്യുന്നുണ്ട്. സോ ആ ഇൻവെസ്റ്റ്മെന്റിന് ആനുപാതികമായിട്ടുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവർ മെഷീനറിയിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അവിടെ. അതുകൊണ്ടാണ് ഈ ജോബ് ജനറേഷൻ നടക്കാത്തത്. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പോ ഒരു വേറൊരു സ്കീം നമുക്കറിയാം. ഈ ബഡ്ജറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ELI സ്കീം കൊണ്ടുവന്നു. PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്ഥാനത്ത് ELI എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് കൊണ്ടുവന്നു. ആ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ആണ് ഈ ബഡ്ജറ്റിന്റെ സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്തതല്ല. പുതുതായിട്ട് അഡീഷണലി ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ ജോബിനും പ്രോവിഡന്റ് ഫണ്ടിൽ അടയ്ക്കേണ്ട എമൗണ്ട് 2 വർഷത്തേക്ക് ഗവൺമെന്റ് അതിലൊരു വലിയ എമൗണ്ട് പേ ചെയ്യും. ബാക്കി എംപ്ലോയേഴ്സ് അടച്ചാൽ മതി. ഒരെണ്ണത്തില് എംപ്ലോയിക്ക് വലിയ ബെനിഫിറ്റുകൾ പറയുന്നു, വേറൊരെണ്ണത്തിൽ എംപ്ലോയിക്കും എംപ്ലോയറിന് ബെനിഫിറ്റുകൾ പറയുന്നു. പിന്നീട് വേറൊരെണ്ണത്തിൽ IT പോലുള്ള സ്ഥാപനങ്ങൾ ഏതാണ്ട് 1000 എണ്ണത്തിന് അപ്ഗ്രേഡ് ചെയ്ത് അത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡിനനുസരിച്ച് നമ്മളെ പിള്ളേരെ, നമ്മളുടെ യൂത്തിനെ എക്യുപ്പ് ചെയ്യാനുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. പിന്നെ 500ഓളം കമ്പനികളിൽ അപ്രന്റീസ്ഷിപ്പ് കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് 1 കോടി യുവാക്കൾക്ക് നല്ല രീതിയിലുള്ള സ്കിൽ അക്വയർ ഉള്ള അവസരങ്ങൾ കൊടുക്കുന്നു. ആ അപ്രന്റീസ്ഷിപ്പ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 66,000 rupees ആ യുവാക്കൾക്ക് കൊടുക്കുന്നു. ഇതാണ് ELI എന്ന് പറഞ്ഞത്. എന്താണ്? എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്. അപ്പൊ ഈ PLI അതുപോലുള്ള ഈ ഒരു ടോപ്പ് ടു ബോട്ടം അപ്രോച്ചിന് പകരം ഇതുപോലുള്ള ഒരു ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ് ഇപ്പം ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ക്രിട്ടിക്സ് എന്നും പറയുന്ന പോലെ അല്ല. ഇത് ജോബ് ജനറേഷൻ സഹായിക്കാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ജനറേറ്റിംഗ് അഡ്വക്കേറ്റ് ജോബ്, ദെൻ ഓൾസോ വി ഹാവ് ടു ഗിവ് എ ട്രൈ. നമ്മൾ ഇവിടെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാത്തപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം കൂടെ പരീക്ഷിച്ച് നോക്കണം. അപ്പം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്താൽ നല്ലതല്ലേ? ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ. അല്ലാതെ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടാണ് നമ്മൾക്ക് നല്ല ക്വാളിറ്റി ജോബ്സ് ഇന്ത്യയിൽ കുറയുന്നത്. അതൊരു സത്യമാണ്. എന്ന് കരുതി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഓവർനൈറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇന്നോ നാളെയോ ഉള്ള എംപ്ലോയ്മെന്റ് പ്രോബ്ലം അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആയി വരുന്ന ഒരു സമയം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളുണ്ട് പാരലായിട്ട് നടക്കണം. അതാണ് ഞാൻ പറയാം. ഓക്കെ, ഇനി ഗ്രൗണ്ട് സീറോ നമുക്ക് വേണ്ട. നമ്മളിനി ന്യൂസ് പേജിലേക്ക് പോയാണ്. ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ സെൻഡർ റീഇഷ്യൂസ് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഓൺ ഇക്കോ സെൻസിറ്റീവ് ഏരിയാസ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സിലെ അതിന്റെ പരിധിയിൽ വരുന്ന 6 സ്റ്റേറ്റുകൾ: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്. ഈ 6 സ്റ്റേറ്റുകളാണ് എപ്പോഴും വെസ്റ്റേൺ ഗട്ട്സിൽ പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അഫക്റ്റഡ് ആവുന്ന സ്റ്റേറ്റുകൾ.
ഇവർക്കൊക്കെ പല ഗൈഡ് ലൈൻസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും സ്റ്റേറ്റുകൾ ഈ ഗൈഡ് ലൈൻസിനെ മാനിക്കാറില്ല. അതുകൊണ്ടാണ് വെസ്റ്റേൺ ഗട്ട്സിലെ ESIs എന്നറിയപ്പെടുന്നത്. ES എന്ന് പറയുന്നതാണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ്. വെസ്റ്റേൺ ഗട്ട്സിലെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൽ ഇപ്പോഴും നമ്മൾ ഈ വയനാട്ടിൽ ഉൾപ്പെടെ നടന്നതല്ലേ കോറിങ്, മൈനിങ്, ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് വലിയ റിസോർട്ടുകൾ, ഇതെല്ലാം അനുവദിക്കുന്നത്. അപ്പം ആ സ്ഥലങ്ങളിൽ ഇതൊന്നും അനുവദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, എ കമ്മിറ്റി സ്റ്റേഡ് ബൈ എക്കോളജിസ്റ്റ് മാധവ് ഗാഡ്ഗിൽ ആൻഡ് മാൻഡേറ്റഡ് ടു എക്സാമിൻ ദ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ നീഡഡ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് recommended in 2000 that the entire region spanning 1,29,000 square kilometer be declared as ecologically sensitive. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതൊന്നും നടപ്പാക്കി ഇവിടുത്തെ ആൾക്കാരായിട്ട് റെഡിയല്ല. പിന്നെ താഴോട്ട് വരുമ്പം ഇന്ത്യ US ടൈസ് ടെസ്റ്റിമണി ടു ചേഞ്ചിങ് വേൾഡ്, ജയശങ്കർ. അത് ഇന്ത്യ US ബന്ധത്തെ കുറിച്ചാണ്. അതിൽ ഞാൻ നോക്കിയാർക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാറൊന്നും ഒന്നുമില്ല. സുപ്രീം കോർട്ട് അപ്ഹോൾഡ്സ് വാലിഡിറ്റി ഓഫ് തമിഴ്നാടുസ് അരുന്ധതിയാർ കോട്ട ലോ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതായത് ഇപ്പൊ SC റിസർവേഷൻ്റെ അകത്ത് സബ് കാറ്റഗറൈസേഷൻ സുപ്രീം കോടതി അനുവദിച്ചെന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ വാർത്ത. എന്നത് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ അതിനെ കുറിച്ചായിരുന്നല്ലോ. ഇത് പണ്ടേ തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തു കുറച്ചു കാലം മുമ്പ്. ഈ അരുന്ധതിയാർ എന്ന് പറയുന്ന വിഭാഗം SCയിലെ ഒരു പിന്നോക്ക വിഭാഗമാണ്. അവർക്ക് സബ് കാറ്റഗറൈസേഷൻ SC റിസർവേഷൻ്റെ അകത്ത് തമിഴ്നാട് കൊണ്ടുവന്നു. പക്ഷെ ഇത് അലൗഡ് അല്ല എന്നും പറഞ്ഞു. ഇത്രയും കാലം അലൗഡ് അല്ലായിരുന്നു. സ്റ്റേറ്റേക്ക് ഇതിൻ്റെ അകത്ത് ടിങ്കർ ചെയ്യാൻ പറ്റൂലായിരുന്നു ഈ SC ലിസ്റ്റിൻ്റെ അകത്ത്. പക്ഷെ ഇപ്പം പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇത് ശരിയല്ലേ അവർ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ശരി വെച്ചു. അത്രയാണ്. പിന്നെ താഴോട്ട് വരുമ്പോ ഇതൊന്നും ആവശ്യമില്ല. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ സിറ്റിസൺഷിപ്പ് പ്രോസസ് അണ്ടർ CAA റൂൾസ് ഡീഗ്രേഡിംഗ് സെയ്സ് MP. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇത് പറഞ്ഞേക്കുന്നത്. CAA നമുക്ക് എല്ലാവർക്കും അറിയാം, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. ഞാൻ റീസെന്റ് ആയിട്ട് പലതവണ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, എന്നാലും ഇപ്പൊ ഒന്നുകൂടെ പറയാണ്. CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിലെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് അവിടുത്തെ മൈനോറിറ്റീസ്, അപ്പം മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർ, മുസ്ലിങ്ങളാണല്ലോ അവിടുത്തെ മെജോറിറ്റി, ഹിന്ദുസ്, സിഖുകാർ, ക്രിസ്ത്യൻസ്, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ഈ 6 മതക്കാർക്ക് അവിടെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ആണെന്നുള്ള കൺസിഡറേഷനിൽ അവർ ഇന്ത്യയിലേക്ക് വന്നാൽ 2014 ഡിസംബർ 31 ഇന്ത്യയിലേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ, അതോ 2014 ജാനുവരി 1 ആ ഡേറ്റ് നോക്കണം, 2014 ഡിസംബർ 31 തോന്നുന്നത്, അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് വന്നവരാണെങ്കിൽ they will be entitled to get Indian citizenship only from those 3 countries, the Muslim majority countries in India's border, Afghanistan, Pakistan and ബംഗ്ലാദേശ്. അതാണ് CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ ഗവർണേഴ്സിന്റെ ഒരു കോൺഫറൻസ് ഇന്നലെ ഉണ്ടായിരുന്നു, അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ ഈ ബ്രോഡ്കാസ്റ്റ് ബില്ലിനെ കുറിച്ച് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ ഹിന്ദുവില എഡിറ്റോറിയലൊക്കെ അതിനെ കുറിച്ചായിരുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ല്, അതിനെ കുറിച്ചുള്ള പാർലമെന്റിൽ ഇപ്പോ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. പിന്നെ താഴോട്ട് വരുമ്പം ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ കാണാം. അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. രാഹുൽ ഗാന്ധിയുടെ റോൾ എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ? ഹി ഈസ് ദ ഒപ്പോസിഷൻ ലീഡർ, ഒഫീഷ്യൽ ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ നമുക്ക് അഭിമാനിക്കാം, നമ്മളെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആൻഡ് ശുഭാൻഷു ശുക്ല, ഹി ഈസ് ഓൾസോ Indian Air Force pilot. Both are selected for Axiom 4 mission to ISS. US-ന്റെ നേതൃത്വത്തിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോണ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ISS അറിയാലോ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഒരു മിഷനാണ് Axiom 4. ഇതിലേക്ക് ഇവർ രണ്ടുപേരെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ഒരാളെ പോവുള്ളതാണ് എന്റെ നിഗമനമല്ല, എനിക്ക് വായിച്ചാൽ മനസ്സിലായത്. ഇതിൽ ഒരാള് ഈ Axiom 4 മിഷനിൽ കയറി ISS-ൽ പോകും, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ. അത് മിക്കവാറും ഇദ്ദേഹമായിരിക്കും, ശുഭാൻഷു ശുക്ല. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ആയിട്ടാണ് ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇവരെല്ലാവരും ഇന്ത്യയുടെ ഗഗൻയാൻ മിഷനിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവരിൽ 2-3 പേര് ഗഗൻയാനിൽ പോകും. ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് മാൻഡ് സ്പേസ് മിഷൻ, അതാണ് ഗഗൻയാൻ. അപ്പം ഇവരൊക്കെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ സ്പേസ്, ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുമല്ലോ.
ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. നാസയുടെ ആക്സിയം 4 മിഷനിൽ ISSലേക്ക് പോകാൻ പോയാണ് ഇവരിൽ ഒരാൾ. പിന്നെ താഴോട്ട് വരുമ്പോൾ മമത അർജസ് നിർമ്മല ടു വിത്ഡ്രോ GST ഓൺ ഇൻഷുറൻസ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത് ഈയിടയ്ക്ക് ഇന്ത്യയുടെ പിന്നീട് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയും ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റുകളുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളുടെയൊക്കെ മുകളിലുള്ള 18% GST എടുത്ത് കളയണം. സത്യമല്ലേ? കാര്യം അത് ലൈഫിനെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നതിന് ഗവൺമെന്റ് അതിൽ നിന്നൊരു പണം പിടിച്ചു പറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഇൻഷുർ ചെയ്യുന്ന മെഡിക്കൽ ഇൻഷുറൻസ് അതിൽ നിന്ന് ഗവൺമെന്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത് തെറ്റാണത്. പിന്നെ ICMR ഗോട്ട് 172 crore ഫ്രം ഭാരത് ബയോടെക് ഫോർ കോവാക്സിൻ എന്നൊരു ന്യൂസ് കാണാം. കോവാക്സിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് സമയത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്ന ഇന്ത്യൻ വാക്സിൻ ആണ്. കോവിഷീൽഡ് വാസ് നോട്ട് ആൻ ഇന്ത്യൻ വാക്സിൻ. കോവിഷീൽഡ് വാസ് ആക്ച്വലി മാനുഫാക്ചർഡ് ബൈ ഇന്ത്യൻ കമ്പനി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ബട്ട് ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഓക്സ്ഫോർഡ് UK. ഓക്സ്ഫോർഡും അസ്ട്രാസെനക്ക എന്ന് പറഞ്ഞൊരു കമ്പനി ചേർന്ന് ഡെവലപ്പ് ചെയ്തത്. അപ്പം പ്യുവർ ഇന്ത്യൻ വാക്സിൻ ഏതാണെന്ന് വെച്ചാൽ കോവാക്സിൻ ആണ്. ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ആൻഡ് ഭാരത് ബയോടെക്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ വിറ്റപ്പം 172 crore ഭാരത് ബയോടെക്കിൽ നിന്ന് ICMRന് റോയൽറ്റി ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞൊരു ന്യൂസ് ആണ്. ഓക്കെ, ICMRും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഭാരത് ബയോടെക് ചേർന്ന് ഡെവലപ്പ് ചെയ്ത്. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് പറഞ്ഞാൽ ICMRന്റെ തന്നെ ഒരു സ്ഥാപനമാണ്, NIV, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. അത് പൂനെയിലാണ് കേട്ടോ, NIV. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ സെൻസെക്സ് നിഫ്റ്റി സ്ലിപ്പ് ഓവർ 1% ലെഡ് ബൈ സെൽ ഓഫ് ഇൻ ഓട്ടോ സ്റ്റീൽ സ്റ്റോക്സ് എന്നൊരു ന്യൂസ് കാണാം. അത് കാര്യം ഇന്നലെ ഇന്ത്യയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന്റെ ഇൻഡെക്സ് ആണല്ലോ നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് നിഫ്റ്റി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. അതുകൂടെ പഠിച്ചു വെച്ചോ. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന 50 ഷെയർസ് വെച്ചാൽ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നത് നിഫ്റ്റി 50. എന്താണ് നിഫ്റ്റി 50? ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്റ്റോക്ക്. ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് and its index is Nifty. Nifty is being calculated by 50 shares. That's why it is known as Nifty 50. And India's oldest stock exchange is Bombay Stock Exchange, and its index is Sensex. Sensex is being calculated using 30 shares. അപ്പോൾ ഓർമ്മ വെച്ചേക്കണം ആ ഫിഗർ 50 and 30. നിഫ്റ്റി 50 എന്ന് ഓർത്ത് വരുന്ന നിഫ്റ്റിയുടെ ആണ് 50 എന്ന് മനസ്സിലാവും. പിന്നെ സെൻസെക്സ് 30. അപ്പൊ ഇന്നലെ ഇന്ത്യയുടെ സ്റ്റോക്ക് ഇൻഡസ്ട്രീസ് ഒക്കെ ഇടിഞ്ഞു. അതിന് കാരണം വേറൊന്നുമല്ല, അമേരിക്കയിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇന്ത്യയെ ബാധിക്കും. അമേരിക്കയില് അൺഎംപ്ലോയ്മെന്റ് 4.3% എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നായിരുന്നു. അത് അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ആണ് ഈ റീസെന്റ് ഇയേഴ്സിലെ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെന്റ് ആണ്. അത് എഴുതണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. അതാണ് ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിയാൻ കാരണം. പിന്നെ എലിവേറ്റഡ് ബ്രോഡ് ബേസ്ഡ് ഫുഡ് ഇൻഫ്ലേഷൻ ടു ഫോഴ്സ് RBI ടു ഹോൾഡ് എന്നൊരു ന്യൂസ് കാണാം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുഡ് ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ ഭയങ്കര കൂടുതലാണ്. അൺഅഫോർഡബിൾ ലെവലിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഫോർ ലോവർ മിഡിൽ ക്ലാസ് ആൻഡ് പുവർ പീപ്പിൾ ദിസ് ഫുഡ് ഇൻഫ്ലേഷൻ. സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ ആൻ എലിവേറ്റഡ് ലെവൽ. അപ്പൊ ഫുഡ് പ്രൈസസ് കൂടുന്നു. നമ്മളെ വെജിറ്റബിൾസ് വാങ്ങുമ്പോൾ, നമ്മളുടെ സീരിയൽസ് വാങ്ങുമ്പോഴത്തേക്കും, പൾസസ് വാങ്ങുമ്പോഴൊക്കെ വില കേട്ടാൽ നമ്മളെ ബാധിക്കത്തില്ലേ? അപ്പൊ ഈ ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി, RBIയുടെ ഏറ്റവും വലിയ എക്സർസൈസ് ആണ് ബൈ മന്ത്ലി മോണിറ്ററി പോളിസി. ഓരോ 2 മാസം കൂടുമ്പോൾ അവർ മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്യും. ആ മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്യാറായിരിക്കുകയാണ്. ഈ മാസം ഒരു 10-ാം തീയതി മോണിറ്ററി പോളിസി വരും. അത് ഡിസൈഡ് ചെയ്ത MPC ആണ്, മോണിറ്ററി പോളിസി കമ്മിറ്റി. 6 പേര് അതിലുള്ളത്. മോണിറ്ററി പോളിസി കമ്മിറ്റി എത്ര പേരുണ്ട്? 6 പേര്. 3 പേര് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് 3 persons ഫ്രം RBI. അങ്ങനെ 6 പേര്. 3 ഫ്രം RBI ആൻഡ് 3 ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആൻഡ് ഇറ്റ്സ് ചെയർമാൻ ഈസ് RBI ഗവർണർ. അതും പഠിച്ചു വെച്ചോണം. MPCയുടെ ചെയർമാൻ RBI ഗവർണറാണ്. അപ്പൊ ഈ MPC ഇപ്പം മീറ്റിംഗ് നടത്തുവാണ്. ആ മീറ്റിംഗിൽ റേറ്റ് കട്ടിംഗ് ഒന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞ കാര്യം ഓൾറെഡി ഇറ്റ് ഈസ് അറ്റ് ആൻ എലിവേറ്റഡ് ലെവൽ ദിസ് ഫുഡ് ഇൻഫ്ലേഷൻ. സോ ഇഫ് വി ഇൻക്രീസ് ഇഫ് വി റെഡ്യൂസ് ദ റേറ്റ്, അതിന്റെ ഒരു കോറിലേഷൻ ഒക്കെ ഞാൻ പിന്നെ പറയാം. മോണിറ്ററി പോളിസി വരട്ടെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാതെ. എത്രയും പഠിച്ചു വെച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. സെബിയുടെ ചെയർപേഴ്സൺ, ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്ററായ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, മുംബൈയാണ് എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന്റെ ഒപ്പം കൊമോഡിറ്റി മാർക്കറ്റിന്റെ രണ്ടിന്റെ റെഗുലേറ്ററാണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ ചെയർപേഴ്സൺ ആണ് മാധബി പുരി ബുച്ച്. മാധബി പുരി ബുച്ച്. She is the first woman chairperson of SEBI. പിന്നെ താഴോട്ട് വരുമ്പോ വേറെ ഒന്നുമില്ല. ഇനി വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ
ഇസ്മായിൽ ഹാനിയ ഹമാസിന്റെ ഏറ്റവും വലിയ ലീഡർ ഇപ്പൊ ഇറാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. ഇസ്രായേലാണ് കൊല ചെയ്തെന്നാ പറയുന്നത്. അവർ ഇതൊരിക്കലും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ അദ്ദേഹത്തിന് ഖത്തറിൽ ഖബറടക്കി. അതിന്റെ ന്യൂസ് കാണാം. ഇന്ത്യ ഫേസസ് ഡയലമ അമിഡ് റൈസിംഗ് ഇറാൻ ഇസ്രായേൽ ടെൻഷൻസ് ഓവർ ഇസ്മായിൽ ഹാനിയ. ഈ ഒരു യുദ്ധത്തിന് വലിയ സാധ്യതയുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ. കാര്യം ഇറാനിൽ വെച്ചാണ് ഈ ഇസ്മായിൽ ഖാനിയെ കൊല ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇറാന്റെ സോവറനിറ്റിക്ക് നേരെ, ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉള്ള ഒരു അറ്റാക്ക് ആയിരുന്നു ഇസ്രായേലിന്റെ. ആൻഡ് ഇറാൻ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനി റീസെന്റ് സ്റ്റേറ്റഡ് ദാറ്റ് ദേ വിൽ ടേക്ക് ദ റിവെഞ്ച്. ദെൻ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ കൗണ്ടർ അറ്റാക്ക് ബൈ ഇറാൻ. സോ അതൊരു എസ്കലേഷനിലേക്ക് പോയാൽ അവിടെ ഒരു വാറിന് സാധ്യതയുണ്ട്. ഇവർ രണ്ടുപേരും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്, ഇസ്രായേലും ഇറാനും. എന്നിട്ടും ഇന്ത്യ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പറയാത്തതിന് കാരണമുണ്ട്, സുഹൃത്തുക്കളായത് തന്നെയാണ് പ്രശ്നം. ഒരഭിപ്രായം ഇൻ ഫേവർ ഓഫ് സമ്മൺ ആയിപ്പോയാൽ മറ്റേയാൾ ഇന്ത്യയുടെ എതിരാവും. ആ ഒരു പേടി കൊണ്ടാണ് ഇന്ത്യ മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒളിമ്പിക്സിലേക്ക് പോകുമ്പം ചില നല്ല വാർത്തകളുണ്ട്. ഒളിമ്പിക്സിലേക്ക് നമുക്ക് പോവാം. ഒന്ന്, ഹോക്കിയിൽ 52 വർഷത്തിന് ശേഷം, അതായത് നമ്മൾ എല്ലാവരും ജനിക്കുന്നതിന് മുമ്പാണ് അവസാനം ഇന്ത്യ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ മൈറ്റി ഹോക്കി നേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വിൻ ചെയ്തിട്ടുള്ള. ആഫ്റ്റർ 50 to 53 years yesterday India won a match against ഓസ്ട്രേലിയ ഇൻ പാരീസ് ഒളിമ്പിക്സ്. അത് ഒരു മൊറൈൽ ബൂസ്റ്ററാണ്. ഇനി ഇന്ത്യ ക്വാർട്ടർ ഫൈനലൊക്കെ കളിക്കാൻ പോയാണ്. അതിലൊക്കെ ജയിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്നലെ ഒരു ബ്രോൺസ് മെഡൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ആർച്ചറിയിൽ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിന് ബ്രോൺസ് കിട്ടുന്നു. പിന്നെ ഒരു വലിയ സന്തോഷമുള്ള ന്യൂസ്, ലക്ഷ്യ സെൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പുരുഷ ബാഡ്മിന്റൺ പ്ലെയേഴ്സിലെ ഏറ്റവും വലിയ പ്ലെയർ ആണ് ലക്ഷ്യ സെൻ. വെറും 22 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹി ഹാസ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. Yesterday he also qualified for semi-finals of Paris Olympics Badminton Championship. അപ്പോൾ അത് he is the first Indian male badminton player to qualify for semi-finals in an Olympic badminton event. അപ്പം ഫീമെയിലെ പലരും മീൻസ് സൈന നെഹ്വാളും PV സിന്ധുവും സെമിയിൽ കയറി മെഡൽ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പുരുഷൻ മെഡൽ നേടുന്നത്, സെമിയിൽ കയറുന്നത്. ചിലപ്പോൾ ഒരു മെഡൽ കിട്ടിയേക്കാം. അപ്പോൾ അതും ഒരു വലിയ ന്യൂസ് ആയിട്ടാണ്. ഇതൊക്കെയാണ് നമുക്ക് ഒളിമ്പിക്സിൽ സന്തോഷിക്കാനുള്ള ന്യൂസുകൾ. പിന്നെ സന്തോഷിക്കാനുള്ള ന്യൂസ്, മനു ബാക്കർ ഇപ്പൊ 2 മെഡൽ നേടിയ ഷൂട്ടിങ്ങിൽ 3ാമതൊരു മെഡലിനുള്ള സാധ്യത ഉണ്ട്. അവരുടെ ഫേവറേറ്റ് ഇവന്റിൽ ഇപ്പൊ അവർ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ കയറിയേക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് എന്റെ ഫൈനൽ എന്ന് പറയുന്നത്. ഫേവറേറ്റ് ഇവന്റ് ആണ്. അപ്പൊ ഇത്രയും 2 മെഡൽ നേടിയ ഫേവറേറ്റ് ഇവന്റ്സിലല്ല. അപ്പൊ ദർ ഇസ് എ ചാൻസ്. നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് കിട്ടാൻ വേണ്ടി. അവരും വെറും 22 വയസ്സ് മാത്രമുള്ള ആളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. പിന്നെ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ചില ന്യൂസുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മെയിൻ പേജിലേക്ക് പോകുമ്പം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, വലിയ ആവശ്യം നിങ്ങൾക്കില്ല. പിന്നെ നീറ്റ് എക്സാം വളരെ നീറ്റായിട്ട് നടത്തേണ്ട ആവശ്യകതയും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഡെഡ് ലൈൻ ഒക്കെ സുപ്രീം കോടതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ കൊടുത്തിട്ടുണ്ട്. അതും ആസ് ഓഫ് നമുക്ക് ആവശ്യമില്ല. പിന്നെ താഴോട്ട് വരുമ്പം ഇലക്ട്രൽ ബോണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംഭവം പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഈ ഇടയ്ക്ക് വിധിച്ച് അതിപ്പോൾ ഇല്ല ഇന്ത്യയിൽ. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലെ ചില വിധികളൊക്കെയാണ്. അപ്പം അതും നമുക്ക് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ സ്റ്റേറ്റ്സ് പേജിൽ ഇന്ത്യ ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഇന്ത്യൻ എയർഫോഴ്സ് ഇവാക്വേഷൻ ഓപ്പറേഷൻ ഒക്കെ നടത്തിയാണ്. ഈ വയനാട്ടിൽ നടക്കുന്ന സംഭവം ഉത്തരാഖണ്ഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്രയും മരണം നടന്നില്ലെന്നേ ഉള്ളൂ. ഉത്തരാഖണ്ഡിൽ രുദ്രപ്രയാഗ് ആണല്ലോ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്കുന്നത്. ISRO പ്രിപ്പയർ ചെയ്യുന്ന ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ 1ാം സ്ഥാനത്തേക്കുന്നത് രുദ്രപ്രയാഗ് ആണ്. ദാറ്റ് ഇസ് ഇൻ ഉത്തരാഖണ്ഡ്. ബട്ട് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് ഇപ്പം ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. കുറച്ച് ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ വിമാനങ്ങൾ 2 ഓർത്ത് വെച്ചോളണം. ഇത് വിമാനമല്ല, ഹെലികോപ്റ്റേഴ്സ് ആണ്. ചിനൂക്കും MI-17. ഇത് ഈ ഇടയ്ക്ക് നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ചിനൂക്ക് എന്റെ ഓർമ്മശരിയാണെങ്കിൽ ബോയിങ്ങിന്റെ ആണ്. ബോയിങ്ങിന്റെ MI-17 ഏത് കമ്പനിയുടെ ആണെന്ന് നോക്കണം. അത് എനിക്കൊന്ന് ബോയിങ്ങിന്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഗുജറാത്തിലാണല്ലോ ഇന്ത്യയുടെ ഏഷ്യാറ്റിക് ലയൺസിന്റെ ഒരേ ഒരു സാങ്ച്വറി, ഗീർ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഏഷ്യാറ്റിക് ലയൺസിന്റെ ഒരേ ഒരു സാങ്ച്വറി ഇൻ ഇന്ത്യ ഇസ് ഗീർ ഫോറസ്റ്റ്. പക്ഷെ അവിടെ ഇപ്പം ലയൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പ്രശ്നമല്ല, കൂടുതൽ ലയൺസ് ഒക്കെ ആയിപ്പോ അവിടെ. അതുകൊണ്ട് കൂടുതൽ സാങ്ച്വറീസ് ലയണിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ തുറക്കണം എന്നൊരു ആവശ്യകതയുണ്ട്. പറ്റുമെങ്കിൽ ഗുജറാത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കുറെ ലയൺസിന് റീലൊക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ആവശ്യമുണ്ട്. അത് അവിടെ കാണാം നിങ്ങൾക്ക് ആ ന്യൂസ്. അപ്പൊ വേറെ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡ്സിന്റെ പേരിൽ കേരള ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ പോയാണ്. അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്.
NGT ആണല്ലോ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ കോടതി എന്ന് പറയുന്നത് NGT, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ആൻഡ് ഓൾസോ വൺ തിങ് ഐ വാണ്ട് ടു ടെൽ യു, ഞാൻ എല്ലാ ദിവസവും പറഞ്ഞതാണ് നിങ്ങളെ വീഡിയോസിൽ എല്ലാം കമന്റുകൾ ഇടണം കൂടുതലായിട്ട്. ഇപ്പോൾ ആരും അങ്ങനെ കമന്റ്സ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്നും പറയുന്നതാണ്, ചെയ്യുക എന്നുള്ള റിക്വസ്റ്റ് ആണ് വീണ്ടും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.